സ്ത്രീകളുടെ സ്വകാര്യ ഭാഗങ്ങളിലെ ടാറ്റു ഒരു പ്രിക്കോഷൻ ഇല്ലാതെ ഇതിന്റെ വീഡിയോസും ഫോട്ടോസും എടുത്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു പ്രവണത നമുക്ക് നിലവിൽ ഇപ്പോൾ കാണാൻ പറ്റും. ഇത് അവസാനം പ്രശ്നമായിട്ട് മാറുന്നത് സ്ത്രീകൾക്ക് തന്നെയാണ്. ഇത് പുരുഷന്മാർ ഭയങ്കരമായിട്ട് ആഘോഷിക്കും സോഷ്യൽ മീഡിയയിൽ. നമുക്ക് ഇപ്പോൾ റീസെൻ്റ്ലി നമുക്ക് ഒരുപാട് വീഡിയോസ് അങ്ങനെ കാണാൻ പറ്റും. ഞാൻ ചോദിക്കുന്നത്, ടാറ്റു അടിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ അത് വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് എന്തിന്റെ മനോഭാവത്തിലാണ്? വീഡിയോസും ഫോട്ടോസും എന്നൊക്കെ പറഞ്ഞു, ഈ വീഡിയോസിൽ പെണ്ണിന്റെ മുഖം കാണിക്കുന്നുണ്ടോ ഏതെങ്കിലും ഒരു വീഡിയോയിൽ? മോസ്റ്റ് ഓഫ് ദ കാണിക്കാത്ത വീഡിയോസ് ആണ്. പിന്നെ ടാറ്റു പ്രൈവറ്റ് സാധനം കാണിക്കാനെങ്കിൽ മുഖം കാണിക്കണം. അല്ല, മിക്ക വീഡിയോസിലും അങ്ങനെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. മുഖം കാണിക്കുന്നില്ല. പ്രൈവറ്റ് എന്നുള്ളതിനേക്കാൾ ഉപരി ടാറ്റു അടിക്കാനുള്ള റീസൺസ് ഓരോരുത്തർക്കും ഓരോന്നാണ് അല്ലെ. ഇപ്പൊ നമ്മള് ജീവിതത്തിൽ ഒരു അച്ചീവ്മെന്റ് ടാറ്റു ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ നമ്മൾക്ക് ഇഷ്ടമുള്ള കോൺസെപ്റ്റ് ടാറ്റു ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമുക്കുണ്ടായ ഒരു റെവലേഷൻ അല്ലെങ്കിൽ ആ ഒരു എൻലൈറ്റൻമെന്റ് അത് ടാറ്റു ചെയ്യുന്നവരുണ്ട്. പിന്നെ നമ്മുടെ കാമുകന്റെയും കാമുകയുടെ ഒക്കെ പേര് ടാറ്റു ചെയ്തിട്ട് പിന്നെ ലേസർ ചെയ്യാൻ നടക്കുന്നവരുണ്ട്. ടാറ്റു ചെയ്യുന്നത് സ്വാഭാവികമാണ്, എല്ലാവരും ചെയ്യും. പക്ഷെ എന്നാലും ഇതൊരു സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുമ്പോഴാണ് ഇതൊരു സോഷ്യൽ പ്രോബ്ലമായിട്ട് ചിലർ കാണുന്നത്. എന്നിട്ട് കരഞ്ഞ് മോങ്ങിയോണ്ട് കിടക്കും. ചേട്ടാ മനസ്സിലായി? ഒരാളുടെ മുമ്പിൽ ചെന്ന് നമ്മളുടെ സ്വകാര്യ അവയവം അല്ലെങ്കിൽ പ്രൈവറ്റ് പാർട്ട് കാണിച്ചു കൊടുത്ത് അവിടെ ടാറ്റു ചെയ്യുമ്പോൾ അത് അയാൾക്ക് മാത്രം, അല്ലെങ്കിൽ അയാളുടെ സ്വകാര്യ നിമിഷങ്ങൾ, അയാളുടെ ഭർത്താവിനോടൊപ്പമുള്ള സ്വകാര്യ നിമിഷങ്ങൾ മാത്രം ഒരുപക്ഷെ ആസ്വദിക്കാനുള്ളതായിരിക്കും. ഒരുപക്ഷെ ഇത് അപ്ലോഡ് ചെയ്യും, സോഷ്യൽ ഈവിളായിട്ട് മാറുന്നില്ലേ? അതായത് ഫേസ്ബുക്കിലും അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ ഇത് എക്സ്പോസ് ചെയ്യാനായിരിക്കും അധികം ഉപയോഗിക്കുന്നത്. പുരുഷന്മാരാണെങ്കിൽ ഉപയോഗിക്കാറുണ്ട്, ഞാൻ സ്ത്രീകൾ മാത്രം പറയുന്നില്ല. എങ്കിൽ പോലും നമ്മളൊക്കെ ഇട്ട ആര് കാണാനത്? ആരും കാണൂല്ലേ? സ്ത്രീകളുടെ പ്രൈവറ്റ് പാർട്സിലാണെങ്കിൽ ആളുകൾക്ക് നോക്കാൻ ഒരു കൗതുകം ഉണ്ടാവും. ഒരുപക്ഷെ പെൺകുട്ടികൾ മാത്രമാണ് ആൺകുട്ടികളുടെ ശരീര ഭാഗങ്ങളിലെ ടാറ്റുകളൊക്കെ ഒരുപക്ഷെ നോക്കുന്നത്. അത് ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ ഈ നമ്മളിപ്പോ സ്വകാര്യ ഭാഗം, ഏതാണ് ഒരു സ്വകാര്യ ഭാഗം? ഒരു പെൺകുട്ടി സ്ത്രീയായിട്ടുള്ള വളർച്ചയിലേക്കായാലും അവളുടെ വിവിധ ഘട്ടങ്ങളിലൂടെ ഒരു ഡോക്ടറുടെ മുമ്പിലായാലും അല്ലെങ്കിൽ പ്രസവിക്കുമ്പോഴായാലും ഒക്കെ ശരീരഭാഗങ്ങളെല്ലാം എല്ലാവരും കാണുന്നുണ്ട്. അവളുടെ നാണം മുഴുവൻ മാഞ്ഞു പോകുന്നത് അങ്ങനെയാണ്. അതാണ് പോയിന്റ്. ഒരു പ്രസവത്തിന് ശേഷം നമുക്ക് പ്രൈവറ്റ് പാർട്ട് പബ്ലിക് പാർട്ട് ഒന്നും ഇല്ല. കാരണം ഒരു പ്രസവ ടേബിളിൽ നമ്മൾ കിടക്കുമ്പോൾ ചുറ്റും എത്രയോ ഡോക്ടേഴ്സ്. ഇതുപോലെ തന്നെ നമ്മൾ കണ്ടാൽ മതി, ഒരു ടാറ്റു ആർട്ട് വർക്കാണ്. ഒരാളുടെ ശരീരത്തിൽ പ്രൊഫഷണൽ ടാറ്റു ആർട്ടിസ്റ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അവർ ഈ ടാറ്റു ചെയ്യുന്ന സമയത്ത് അവര് വേറെ ചിന്തകളൊന്നും അല്ല, ഇത് എങ്ങനെങ്കിലും ഭംഗിയാക്കണം. അങ്ങനെ ഉണ്ടോ? ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഇത്തരം ടാറ്റൂസ് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് ചെറിയ കുട്ടികളാണ് ഇതിന്റെ കാഴ്ചക്കാർ. ചെറിയ കുട്ടികൾ, ഒരു 10ാം ക്ലാസ് താഴെയുള്ള കുട്ടികളാണ് ഈ ടാറ്റുവിന്റെ ഏറ്റവും വലിയ കാഴ്ചക്കാരെന്നാണ് ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം. അത് ചിലപ്പോ ടാറ്റു അടിക്കുന്ന ആളാണല്ലോ തീരുമാനിക്കുന്നത്. ഞാൻ പറയുന്നത് അങ്ങനെ ഒരു തരത്തിലുള്ള ധാരണ ഇല്ലാതെ ഞാൻ പ്രൈവറ്റ് ഇപ്പോൾ റീസെൻ്റ്ലി കൊച്ചിയിലുണ്ടായ ഒരു കേസാണ്. പ്രൈവറ്റ് പാർട്ടിൽ ടാറ്റു അടിച്ച് കയറി പിടിച്ച് പീഡന ശ്രമം നടന്ന് അവിടെ നിന്ന് ഇറങ്ങി ഓടി വൻസി നമ്മുടെ തൊട്ടടുത്ത് പാലാരിവട്ടത്തെ കേസ് പറയുന്നത് ഇവിടുന്ന് 1 കിലോമീറ്റർ ഇല്ലല്ലോ അത്രയും. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇത് അല്ല, അത് സ്വാഭാവികമായിട്ടും അത് ഈ ടാറ്റു അടിക്കുന്നവൻ്റെയും ടാറ്റു അടിക്കുന്നവന് മുമ്പിൽ ചെന്ന് ഇരിക്കുന്ന ആളിൻ്റെയും ഒരു മാനസികാവസ്ഥ അനുസരിച്ചിരിക്കും. അതെ. ഈ ടാറ്റു അടിക്കുമ്പോൾ നമുക്കൊരു പെയിൻ ഉണ്ട്. ഈ പെയിനോട് അഡിക്ഷൻ ആയിട്ട് വീണ്ടും വീണ്ടും ശരീരത്തിൽ ടാറ്റു ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതൊരു മാനസിക വൈകൃതല്ലേ? പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ അതുപോലത്തെ ഒരു വൈകൃത ആയിക്കൂടെ? അതാ ഞാൻ പറയാം, ഞാനിത് എനിക്ക് ബുദ്ധനോട് ഇഷ്ടമുള്ളതുകൊണ്ട് അടിച്ചതാണ്. പെയിൻ ചെറുതായിട്ട്. പിന്നെ ഇത് എനിക്ക് ജീവിതത്തിൽ അവൈക്കനിങ് സംഭവിച്ചു, എൻലൈറ്റൻമെന്റ് സംഭവിച്ചു പഠിച്ചതാ. പിന്നെ മോനോടുള്ള സ്നേഹം നിമിത്തം മോന്റെ പേരും. അപ്പൊ അതിനൊക്കെ ഒരു റീസൺസ് ഉണ്ട്. ഈ പ്രൈവറ്റ് പാർട്ടിൽ ടാറ്റു അടിക്കുന്നതിന്റെ റീസൺ പറയാൻ പറ്റുമോ? അതിനൊരു കാരണമേ ഉള്ളൂ. അവരുടെ സ്വകാര്യ നിമിഷങ്ങൾക്ക് സ്വന്തം ബോഡി കണ്ട് സന്തോഷിക്കുന്ന മനുഷ്യരുണ്ടോ? നിങ്ങളൊരു സ്ത്രീയാണ്, നിങ്ങളൊരു നിലക്കണ്ണാടിക്ക് മുൻപിൽ നിന്ന് നിങ്ങളുടെ നഗ്ന സൗന്ദര്യം നിങ്ങൾ എപ്പോഴെങ്കിലും ആസ്വദിച്ചിട്ടുണ്ടോ? പല സ്ത്രീകളും അങ്ങനെ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ സെൽഫ് കോൺഫിഡൻസിന് വേണ്ടിയിട്ടാണ് എന്റെ ശരീരം ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കണം എന്നൊരു കാഴ്ചപ്പാട് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവരങ്ങനെ ചെയ്യുന്നത്. ഒരുപക്ഷെ അവരുടെ ഭർത്താവിന് മുൻപിൽ അവരുടെ ശരീരഭാഗങ്ങളിൽ ഇത് ചെയ്യുന്ന അത് അങ്ങനെ ചെയ്ത് കാണിക്കുന്നത് അവർക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഉന്മാദം എന്ന് പറഞ്ഞൊരു സാധനം. നിങ്ങൾ പറയുന്നത് കേട്ടാ തോന്നുന്നു ഈ സ്ത്രീകൾ ഒരുങ്ങുന്നതും എല്ലാം പുരുഷന്മാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. നിങ്ങൾ പറഞ്ഞ അതനുസരിച്ചിട്ട് സ്ത്രീകൾ ടാറ്റു അടിക്കുന്നതും പുരുഷന്മാരെ കാണിക്കാൻ വേണ്ടി അല്ല. ടാറ്റു അടിക്കുന്നത് പുരുഷന്മാരെ കാണിക്കാൻ വേണ്ടി മാത്രമല്ല. ഈ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞൊരു സാധനം നേരത്തെ പറഞ്ഞല്ലോ, അത് അവർ സ്വകാര്യമായിട്ട് സ്വന്തം ശരീരത്തെ ആസ്വദിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും ഉണ്ടല്ലോ. ഉണ്ട്, തീർച്ചയായിട്ടും. ആ അവസരങ്ങളിൽ തീർച്ചയായിട്ടും സ്വന്തം ശരീരത്തിന്റെ മനോഹാരിതയിൽ ഒരു ടാറ്റുവിന്റെ ബ്യൂട്ടിഫുൾ പിക്ചർ ഉള്ളത് അത് അവർ ആസ്വദിക്കുന്നുണ്ട്. അതൊക്കെ സ്വകാര്യ ഭാവം തന്നെയല്ലേ? അതെങ്ങനെ സ്വകാര്യമാവുന്നത്?
ഞാൻ ചോദിക്കട്ടെ, അത് എന്തുകൊണ്ടായിരിക്കും നിങ്ങൾ ആ ഒരു സ്വകാര്യ ഭാഗങ്ങളിൽ ടാറ്റു ചെയ്യുന്ന ഒരു മനോഭാവം എന്താ ശരിക്കും? ഇപ്പൊ അനു ഒരു സ്ത്രീയാണ്, നമ്മുടെ കൂട്ടത്തിൽ ഒരു സ്ത്രീ അനുവാണല്ലോ, എന്തായിരിക്കും അനുവിന് അങ്ങനെ തോന്നുന്ന സ്ത്രീകൾ അങ്ങനെ ചെയ്യാനുള്ള സെൽഫ് ലവിന്റെ ഒരു പീക്കാണ് ഈ ടാറ്റു വേറെ എവിടെയൊക്കെ കിടക്കുന്നുണ്ട് നമുക്ക് ടാറ്റു ചെയ്യാൻ? സ്വകാര്യ ഭാഗങ്ങൾ ചെയ്യാനുള്ള കാരണം എന്തായിരിക്കും? ഒരു നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി മനോഭാവം. അപ്പാർട്ട് ഫ്രം ദിസ്, സ്വകാര്യ ഭാഗങ്ങളിൽ ടാറ്റു ചെയ്യുന്നത് കൂടുതൽ ആൾക്കാരും സ്വന്തം ശരീരത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. വിവാദമാക്കാൻ വേണ്ടി പറയുന്നല്ല, ഒരു 50% അങ്ങനെയാണ്. സ്വന്തം ശരീരം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാർ മിക്കവരും ടാറ്റു ചെയ്യുന്നുണ്ട്. ശരീരം കൊണ്ട് ജീവിക്കാന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ശരീരം വിറ്റ് ജീവിക്കാന്നാണ് ഉദ്ദേശിക്കുന്നത്? വിൽക്കാന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കേണ്ട. നമ്മുടെ ശരീരം ഒരു ടൂളായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഈ ടാറ്റു ഒരു അലങ്കാരമാണ്. എന്താ മോഡലിംഗ് ആണോ? മോഡലിംഗ്. ശരീരത്തിന് നമുക്ക് പല വിധേന ടൂളാക്കാം. വൺ ഓഫ് ദി എക്സാമ്പിൾ ഇപ്പൊ പറഞ്ഞത് മോഡലിംഗ് ആണ്. അപ്പൊ ആ ടാറ്റു പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നത് ഒരു ഭംഗിയാണ്. ഇപ്പൊ ക്രോപ്പ് ടോപ്പ് ഒക്കെ ഇടുമ്പോൾ ഈ വൈറ്റിലൊക്കെ ടാറ്റു അടിക്കുന്ന കുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ കോളേജിൽ എല്ലാവരുടെ ഒരു ട്രെൻഡിങ് ആണ് വൈറ്റിൽ ടാറ്റു അടിക്കുക എന്നുള്ളത്. അതൊരു സ്വകാര്യ ഭാഗം ആണല്ലോ അല്ലേ? അപ്പൊ അതൊക്കെ മോഡലിംഗ് ചെയ്യുന്നവർക്ക് ഒരു ഭംഗിയാണ്. അല്ലെങ്കിൽ പിന്നെ അല്ലാതെ വേറെ പ്രൈവറ്റ് പാർട്ടിൽ അടിക്കുന്നതിനെ പറ്റിട്ട് മനുഷ്യൻ മനസ്സിലാവാത്തൊരു കാര്യമാണ്. ഒരു ഭ്രമത്തിലാണ് മനുഷ്യന്റെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഈ ചുറ്റിലുമുള്ള കാഴ്ചകളെ, പുതിയ പുതിയ സംഭവങ്ങളെല്ലാം മനുഷ്യൻ എപ്പോഴും ഒരു ഭ്രമാത്മകമായ മനസ്സോടെ നോക്കി കാണുന്നു. ചേട്ടൻ ഇത് ആസ്വദിക്കാറുണ്ടോ? ഞാൻ ആസ്വദിക്കാറുണ്ട്. എന്റെ ശരീരത്തിൽ ഞാൻ ഇതുവരെ ടാറ്റു അടിച്ചിട്ടില്ല, പക്ഷെ മറ്റുള്ളവരുടെ ശരീരത്തിൽ ടാറ്റു അടിക്കുന്നത് നമ്മൾ കണ്ട് ആസ്വദിക്കാറുണ്ട്. തീർച്ചയായിട്ടും ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ ടാറ്റു അടിക്കുന്നത് ബാക്കിലാണെങ്കിലോ നമുക്കിത് കാണുന്നത് ഒരു സന്തോഷമാണ്. എനിക്കൊരു പെൺകുട്ടിയുള്ള ആളാണ്. എന്റെ മകള് 20 വയസ്സുണ്ട്. എന്റെ മകള് ടാറ്റു അടിക്കണം, അത് അവളുടെ പേഴ്സണൽ ആയ കാര്യമാണ്. എതിർക്കും അച്ഛനെന്ന നിലയിൽ ഞാൻ എതിർക്കുന്നത് എന്തിനാ? ഞാൻ എതിർത്തിട്ട് എന്താ കാര്യം? പക്ഷെ ടാറ്റു അടിക്കുന്നതിലും ഒരു എക്സ്ട്രീം ലെവലിലേക്ക് പോയ പല ആൾക്കാരും ഉണ്ട്. ഈ ചെവി രണ്ടാക്കുക, അല്ലെങ്കിൽ എന്തിലായാലും മനുഷ്യനെ ബാധിക്കുന്ന ഒരു ലഹരിയാണ്. അത് കള്ളു കുടിക്കുന്നതിലുണ്ട്, ബീഡി വലിക്കുന്നതിലുണ്ട്, കഞ്ചാവ് വലിക്കുന്നതിലുണ്ട്, ഭക്ഷണം, എല്ലാത്തിലും ഒരു ഉന്മാദമാണ്. ഈ ഉന്മാദമാണ് ഇതിന്റെയൊക്കെ പീക്കിലേക്കുള്ള ഒരു സാധനം എന്ന് പറയുന്നത്. ആ ഉന്മാദത്തിൽ ടാറ്റുവിന് എവിടെ വേണമെങ്കിലും അടിക്കും മനുഷ്യൻ. അത് ഇന്ന് പെണ്ണടിച്ചെങ്കിൽ നാളെ ആണോ അടിക്കും. അതിലൊരു സംശയമില്ല. നമ്മളിപ്പോഴത്തെ ജനറേഷനെ പറയുന്നത് ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാവരും ടാറ്റു അടിക്കുന്നവരാ. നമ്മൾ അവരൊക്കെ കുറ്റം പറയുന്നില്ലേ? എന്റെ അപ്പൂപ്പൻ എന്റെ അടുത്ത് എന്റെ അപ്പൂപ്പൻ വന്നിട്ട് നീ എന്തായി കാണിച്ചു വെച്ചിരിക്കുന്നത്? ഞാൻ ആദ്യം അപ്പൂപ്പന്റെ കൈ ഇങ്ങോട്ട് കാണിക്കുന്നത് വലിയൊരു ശിവനെയാണ് പച്ച കുത്തിയേക്കണത് അന്ധകാലത്ത്. അത്രയും വർഷങ്ങൾ, ഇപ്പൊ 90-95 വയസ്സുണ്ട്. അപ്പൊ പുള്ളിന്റെ കയ്യിൽ വരെ ഈ ശിവന്റെ ടാറ്റു ആണ്. പൗരാണികമായ ഒരു കാലം മുതൽ തന്നെ നമ്മൾ കാണുന്ന ദൈവങ്ങളുടെ എല്ലാം ശരീരത്തിൽ ഇതുണ്ട്. നമ്മൾ കാണുന്ന പല ദൈവങ്ങളുടെയും ശരീരത്തിൽ ഇതൊക്കെ വരച്ചിട്ടുണ്ട്. അപ്പൊ അത് തൊട്ട് ഇങ്ങോട്ട് നമ്മുടെ ഒരു ഗോത്ര സംസ്കാര കാലം തൊട്ട് ഇങ്ങോട്ട് ഈ ടാറ്റു മനുഷ്യന്റെ പല ഘട്ടങ്ങളിലൂടെ പകർന്നു വന്നതാണ്. ഇപ്പൊ അതിന്റെ ഒരു നവീന രൂപമാണെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ടാറ്റുവിനെ എഗെയിൻസ്റ്റ് പറയുന്ന റിലീജിയൻസ് ഉണ്ട്. അതൊരു സിന്നാണ്, അല്ലെങ്കിൽ ടാറ്റു ചെയ്യുന്നത് സിന്നാന്ന് പറയുന്ന റിലീജിയൻസ് ഉണ്ട്. അവരാണ് അതൊക്കെ ഉണ്ട്. എന്തിനും അങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ. ഇപ്പൊ ഞാൻ പറയാം, ജീവിതം വളരെ ചെറുതാണെന്നും ഈ ജീവിതം ഉള്ള കാലം ആഘോഷിച്ച് ജീവിക്കാൻ പോകണമെന്നും അത് ആഘോഷിച്ച് തീർക്കണമെന്നും ചിന്തിക്കുന്ന ഒരു തലമുറ വളർന്നു വരുമ്പോഴും അവരുടെ ആഘോഷങ്ങൾ, നമ്മൾ മലയാളത്തിലൊക്കെ ചെറിയ വാക്കുകൾ പറയുന്നത് അർമാദം എന്നൊക്കെ പറയില്ലേ, അതുപോലെ ആ ഒരു അർമാദത്തിന്റെ ഒരു ലെവൽ കഴിഞ്ഞ് അത് ഉന്മാദത്തിന്റെ ഒരു ലഹരിയിലേക്ക് കയറി പോകുമ്പോൾ ഇത് എവിടെയും ടാറ്റു ചെയ്യും. അതിലാണ് ആളുകൾ ആഘോഷിച്ച് ജീവിതം തീർത്തു പോവുകയാണ്. ഞാൻ ശരീരത്തിന്റെ എന്താ നമ്മൾ മലയാളത്തിൽ എന്താ നമ്മൾ പറയുമ്പോൾ നമ്മുടെ നിതംബത്തിൽ ഒക്കെ മെഹന്തി ചെയ്യുന്നവരുണ്ട്. നമ്മൾ കാണുന്നത് പലപ്പോഴും കയ്യിലെ മാത്രമേ പുറത്ത് കാണുന്നുള്ളൂ. ശരീരം മുഴുവൻ മെഹന്തി ഇട്ട് കല്യാണം കഴിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ഈ മെഹന്തിയൊക്കെ അതിന്റെ ഒരു അനുജനായിട്ട് വരും ടാറ്റുവിന്റെ. എന്തായാലും ഒരു കാര്യമുണ്ട്, ടാറ്റു എന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കും. നിങ്ങൾ വളരെ തീരുമാനിച്ച് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ ടാറ്റു ചെയ്യാവൂ. പ്രത്യേകിച്ച് കാമുകിമാരുടെ പേരൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അമ്മ എന്ന് എഴുതാനുള്ള സ്പേസ് എല്ലാവർക്കും അങ്ങനെയാണ്. നമ്മുടെ ഒരു കൂട്ടുകാരുണ്ട്, അവൻ ആദ്യം കണ്ടപ്പോ എന്താ ആതിര അങ്ങനത്തെ പേര് മെൻഷൻ ചെയ്യുന്നില്ല. പിന്നീട് കണ്ടപ്പോ അപ്പൊ ഞാൻ ഇത് ആരാഞ്ഞപ്പോ അമ്മയാന്ന് പറഞ്ഞിട്ട് പിന്നീട് അത് മാറ്റി അമ്മയാക്കി. മനസ്സിലായോ? അപ്പോ ടാറ്റു ഒക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. കാരണം കാമുകിമാരുടെ പേരും കാമുകന്മാരുടെ പേരും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഇത് അവസാനമൊക്കെ മാറ്റി കളയാക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പേര് എഴുതാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഓരോ സിറ്റുവേഷൻസിലും അല്ലേ പലരും നമ്മുടെ ജീവിതത്തിൽ മക്കളുടെ പേരൊക്കെ ഇതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ലോകത്തിലെ ഏറ്റവും പരാജയം കാമുകന്മാരുടെ പേര് എപ്പോ വേണമെങ്കിലും അതിന്റെ ഒപ്പം തന്നെ പല ഗവൺമെന്റ് ജോലികൾക്കും ടാറ്റു ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ജനറേഷൻ ബ്ലഡ് എടുക്കാൻ പറ്റില്ല അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. പല ഗവൺമെന്റ് ജോലികൾക്കും ടാറ്റു ഭയങ്കര പ്രശ്നമാണ്, പ്രത്യേകിച്ച് ആർമഡ് ഫോഴ്സുകൾ ഉൾപ്പെടെ. അപ്പൊ അതുകൊണ്ട് ടാറ്റു ചെയ്യുന്നത് നിങ്ങൾ PSC ടെസ്റ്റിനൊക്കെ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും ടാറ്റു ചെയ്യാതിരിക്കുക. നിങ്ങൾ ആലോചിച്ച് വളരെ അതിന്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് എപ്പോഴാണ് നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആവുന്നത്, നിങ്ങൾ സെൽഫായിട്ട് നിങ്ങൾക്ക് ഇനിയാണ് ഇതാണ് നിങ്ങളുടെ പ്രൊഫഷൻ എന്ന് തീരുമാനിക്കുന്നതിന് മാത്രമേ ടാറ്റു ചെയ്യാവൂ. ടാറ്റു ചെയ്താൽ പെർമനന്റ് ആണ്, പോവില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.